Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Solve the following linear system of equation using Gauss elimination method. 3x minus 11y minus 2z equal to minus 6. 4y plus 4z equal to 24. 6x minus 17y plus z is equal to 18. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എഴുതാം. ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റില് 3 മൈനസ് 11 മൈനസ് 2 മൈനസ് 6 ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എന്താണ്? 4 4 അല്ല സെക്കൻഡ് റോയില് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ 0 എഴുതണം. അപ്പൊ 0 4 4 24. തേർഡ് റോ എന്താണ്? 6 മൈനസ് 17 1 18. കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ കൃത്യമായിട്ട് എടുത്ത് എഴുതണം, തെറ്റിപ്പോകരുത്. ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 എഴുതി, വൈയുടെ കോഎഫിഷ്യന്റ് മൈനസ് 11 എഴുതി, ഇസഡിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 2 എഴുതി, മൈനസ് 6. സെക്കൻഡ് ഇക്വേഷന്റെ 0 4 4 24. തേർഡ് ഇക്വേഷന്റെ 6 മൈനസ് 17 1 18. ഇനി നമ്മൾ ഇതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പൊ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? ഇത് ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് റോയിൽ കോമൺ ഫാക്ടർ ഇല്ല, അപ്പൊ അതങ്ങനെ തന്നെ എഴുതുന്നു. 3 മൈനസ് 11 മൈനസ് 2 മൈനസ് 6. സിംപ്ലിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് റോയിൽ കോമൺ ഫാക്ടർ ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ 0 1 1 6. സെക്കൻഡ് റോയിൽ എന്താ ചെയ്തത്? R2 ചേഞ്ചസ് ടു R2 by 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 6 വന്നു. ഇവിടെ 6 കോമൺ ഫാക്ടർ ഇല്ല, മൈനസ് 17 1 18. ഇനി അടുത്ത സ്റ്റേജില് ഈ 3യുടെ താഴെയുള്ള 6 നമുക്ക് 0 ആക്കണം. 0 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 0 ആക്കണമെങ്കിൽ R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R1. R3യിൽ നിന്ന് 2R1 കുറയ്ക്കുക. R3യിൽ നിന്ന് ഇത് ഫസ്റ്റ് വൺ 2 കൊണ്ട് ഗുണിച്ചിട്ട് കുറച്ചാൽ മതി. അപ്പൊ 3 മൈനസ് 11 മൈനസ് 2 മൈനസ് 6. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുന്നു. 0 1 1 6 അത് അങ്ങനെ തന്നെ എഴുതുന്നു. തേർഡ് റോ നമ്മൾ 6 മൈനസ് 6 ഫസ്റ്റ് എലമെന്റ് 0 ആവുന്നു. ഫസ്റ്റ് എലമെന്റ് 0. ഇനി ഇവിടെ നോക്കാം. മൈനസ് 17 നിന്ന് 2R1 ഇവിടെ പ്ലസ് 22 പ്ലസ് 22. അപ്പൊ മൈനസ് 17 പ്ലസ് 22 നമുക്ക് എന്താ കിട്ടണേ? മൈനസ് 17 22 കുറച്ച് കഴിഞ്ഞാൽ 2R1 മൈനസ് 17 പ്ലസ് 22. അപ്പൊ നമുക്ക് 5 കിട്ടും. ഇവിടെ 5. അപ്പൊ 0 നമുക്ക് കിട്ടുന്നത് 5 ആണ് കേട്ടോ. ഇനി അടുത്ത എലിമെന്റ് നോക്കാം. R3 മൈനസ് 2R1. അപ്പോ 1 മൈനസ് പ്ലസ് 2 ഉണ്ടോ? മൈനസ് 2 എന്ന് പറയുമ്പോൾ പ്ലസ് 4 ആകും. പ്ലസ് 4ഉം 1ഉം കൂട്ടുമ്പോൾ 5. അടുത്ത എലിമെന്റ് 5. ഇനി അടുത്തതാണ് R3 മൈനസ് 2R1. അപ്പോ 18 മൈനസ് 2R1 എന്ന് പറഞ്ഞാൽ പ്ലസ്. അപ്പോ 26 12. 26 12 പ്ലസ് ആവും. 18 12 30. അപ്പൊ ഇവിടെ നമുക്ക് 30. ഇനി നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? 3 മൈനസ് 11 മൈനസ് 2 മൈനസ് 6. സെക്കൻഡ് റോ 0 1 1 6. തേർഡ് റോ കോമൺ ഉണ്ട്. അപ്പൊ 0 1 1 6. നമ്മള് 5 കൊണ്ട് ഹരിച്ചപ്പോ 5 ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു. 30/6 30/5 നമുക്ക് 6. ഇനി നമുക്ക് ഈ സെക്കൻഡ് റോയുടെ 1ന്റെ താഴെ 1ന് 0 ആക്കണം. 0 ആക്കാനായിട്ട് 3 മൈനസ് 11 മൈനസ് 2 മൈനസ് 6 0 1 1 6. R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. അപ്പൊ 0 0 0 0. അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ എക്കലോൺ ഫോം നോക്കിയേ. ലാസ്റ്റ് കിട്ടിയ ഇതൊരു എക്കലോൺ ഫോം ആണ്. ഈ എക്കലോൺ ഫോമിൽ റാങ്ക് ഓഫ് എ ബി എത്രയാണ്? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 2 ആണ്. റാങ്ക് ഓഫ് എ എത്രയാണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണ്. അൺനോൺസ് എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്താണ്? ഫോർവേഡ് സിസ്റ്റം. ഇവിടെ റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എ ബി is equal to rank of A. ലാസ്റ്റ് കോളത്തിൽ ഇത് 0 ആണ്. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊത്തം എടുക്കാം. മൊത്തം എടുത്തതിന് എത്ര നോൺസ് റോസ് ഉണ്ട്? 2 ആണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും
2 ആണ്. റാങ്ക് ഓഫ് എ എടുത്താലോ അപ്പോഴും നോൺ സീറോ റോസ് 2 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. ലെസ് ദാൻ number of unknowns. Therefore the system will have infinite solution. Infinite solution ആണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. ഇനി ആ ഇൻഫിനിറ്റ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇൻഫിനിറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയ എക്കലോൺ ഫോം എടുക്കാം. ലാസ്റ്റ് കിട്ടിയ എക്കലോൺ ഫോം ഏതാണ്? ലാസ്റ്റ് കിട്ടിയ എക്കലോൺ ഫോം ഇവിടെ 3 -11 -2 അത് a ആയിട്ട് എഴുതാം. 0 1 1 0 0 0. ഇവിടെ നമ്മൾ x y z. ഇവിടെ നമ്മൾ എന്ത് എഴുതണം? -6 6 0. എന്നിട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ 3x - 11y - 2z is equal to -6. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? y plus z is equal to 6. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 3x - 11y - 2z equal to -6. സെക്കൻഡ് ഇക്വേഷൻ y plus z is equal to 6. ഇനി ഇവിടെ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും 2 ആണ്. ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പോൾ ഇവിടെ 3 അൺനോൺസും 2 റാങ്കും ആണ്. 3 - 2. ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാം. ടേക്ക് z is equal to t. z എന്നുള്ളത് t എന്ന് എടുക്കാം. z t ആവുമ്പോൾ y യുടെ വാല്യൂ എന്തായിരിക്കും? 6 - t. അപ്പോൾ y യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? y is equal to 6 - t. ഇനി നമുക്ക് ആരെ കിട്ടണ്ടേ? x നെ കിട്ടണം. x നെ കിട്ടാനായിട്ട് 3x is equal to -6 plus 11y plus 2z. -6 plus 11y plus 2z. That is -6 plus 11y എന്ന് പറയുന്നത് എന്താണ്? 11 into 6 minus t. 11 into 6 minus t plus 2z എന്താണ്? 2t. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -6 plus 11 66 minus -11t plus 2t. That is ഇവിടെ 66 6 എന്ന് പറയുമ്പോൾ 60 വരും. ഇവിടെ -11t 2t അപ്പോൾ -90. അപ്പൊ നമുക്ക് 3x is equal to നമുക്ക് കിട്ടുന്നത് 60 - 90 എന്നാണ്. അപ്പൊ x ന്റെ വാല്യൂ എത്ര കിട്ടും? 20 - 3t. x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ? 20 - 3t. അപ്പൊ നമുക്ക് 3 വേരിയബിൾസ് കിട്ടി. x z എന്നുള്ളത് t കിട്ടി, y എന്നുള്ളത് 6 - t എന്ന് കിട്ടി, അതുപോലെ x എന്നുള്ളത് 20 - 3t. അപ്പോൾ ഈ t യുടെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എ ബി ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി എഴുതി. ആ എ ബി എന്ന ഓഗ്മെന്റഡ് മാട്രിക്സിനെ എന്തായിട്ട് കൺവെർട്ട് ചെയ്തു? എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തു. എ ബി എന്ന ഓഗ്മെന്റഡ് മാട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തു. അങ്ങനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എ ബി എയും ഈക്വൽ ആണ് 2 ആണ്. പക്ഷെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? ഇവിടെ 3 ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ ബി ഈക്വൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. Therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? The system will have infinite solution. ആ ഇൻഫിനിറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയ എക്കലോൺ ഫോം നമ്മൾ എടുക്കുന്നു. അതാണ് എക്കലോൺ ഫോം. അത് നമ്മൾ ax equal to b ഫോമിൽ എഴുതുന്നു. അതിനുശേഷം അതിൽ നിന്ന് 2 ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. 3x - 11y - 2 is equal to -6 എന്നും y plus z is equal to 6 എന്നും. ഇനി ഇതില് റാങ്ക് ഈസ് ഈക്വൽ ടു 2 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അപ്പൊ 3 - 2 1. ആ 1 ഒരു ഡിഫറൻസ് 1 കിട്ടിയത് കൊണ്ട് ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പൊ z നമ്മൾ t കൊടുക്കുന്നു. z t ആണെങ്കിൽ z t വെച്ചിട്ട് y യുടെ വാല്യൂ എന്ത് കിട്ടും? 6 - t കിട്ടും. ഈ y യുടെയും t യുടെയും വാല്യൂ y യുടെയും z ന്റെയും വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു കഴിയുമ്പോൾ x ന്റെ വാല്യൂ എന്ത് കിട്ടും? 20 - 3t. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.